തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ തർക്കം, പുതിയ വിവാദത്തെക്കുറിച്ചാണ് ഇന്ന് ആദ്യം സംസാരിക്കുന്നത്. നേരത്തെ BJP കൗൺസിലർ ആർ ശ്രീലേഖ MLA VK പ്രശാന്തിനോട് MLA ഓഫീസ് ഒഴിയണമെന്ന് പറഞ്ഞത് വലിയ തർക്കങ്ങൾക്കും എതിർപ്പുകൾക്കും ഒക്കെ കാരണമായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോഴുണ്ടായിട്ടുള്ള പുതിയ വിവാദം എന്ന് പറയുന്നത് KSRTCയുടെ ബസ്സുകളെ ചൊല്ലിയാണ്. അവിടെ 113ഓളം ബസ്സുകൾ കോർപ്പറേഷൻ KSRTCക്ക് വാങ്ങി നൽകിയിരുന്നു. അതൊരു കരാർ പ്രകാരമായിരുന്നു. നഗരസഭയ്ക്കുള്ളിൽ ഓടണം, അതായത് അവിടുത്തെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് വിഭാവനം ചെയ്തൊരു പദ്ധതിയായിരുന്നു. പക്ഷേ KSRTC നഗരസഭയ്ക്കുള്ളിലല്ല ഈ ബസ്സുകൾ ഓടുന്നത്, അതിന് പുറത്തേക്ക് ഈ ബസ്സുകൾ ഓടിക്കുകയാണ്. അപ്പോൾ അത് കരാർ ലംഘനമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാഭവിഹിതം ഒന്നും തന്നെ ഗതാഗത വകുപ്പ് അല്ലെങ്കിൽ KSRTC കോർപ്പറേഷന് നൽകുന്നില്ല എന്ന് മേയർ VV രാജേഷ് ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ ഈ ബസ്സുകളെല്ലാം തിരിച്ചെടുക്കുന്നതിൽ, തിരികെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് VV രാജേഷ് പറഞ്ഞു. അതിനെ ചൊല്ലി വലിയ തർക്കമുണ്ടായി. ഉടൻ തന്നെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ VV രാജേഷിന് മറുപടിയുമായി രംഗത്തെത്തുന്നതാണ് കണ്ടത്. ഞങ്ങൾക്ക് കോർപ്പറേഷന്റെ ബസ്സുകളിൽ നിന്ന് ആവശ്യമൊന്നുമില്ല, ഈ 113 ബസ് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയാൽ ഉടൻ തന്നെ തിരികെ നൽകാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അങ്ങോട്ട് KSRTC ഡിപ്പോയിൽ ഈ ബസ്സുകൾ ഇടാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ശക്തമായ മറുപടിയുമായി KB ഗണേഷ് കുമാർ എത്തുകയും ചെയ്തു. എന്താണ് തർക്കത്തിന്റെ അടിസ്ഥാനം? ഇതൊരു പൊളിറ്റിക്കൽ ഒരു അജണ്ട പോലെ ഒരു വലിയൊരു തർക്കത്തിലേക്ക് തുടരെ പോവുകയാണോ തിരുവനന്തപുരത്ത്? നോക്കാം. റാവു, ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു വിവാദത്തെ എങ്ങനെയാണ് കാണുന്നത്? വെറുതെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലോട്ട് BJP ഭരണസമിതി വരികയാണോ? ഇതിനകത്ത് ഒരു കാര്യം പരിശോധിച്ച് നോക്കിയല്ലേ, തിരുവനന്തപുരത്ത് ഈ 113 ബസ്സുകൾ എന്ന് വെച്ചാൽ സിറ്റിക്കകത്ത് ഓടാൻ വേണ്ടി സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നൽകപ്പെട്ട വണ്ടികളാണ്. ആ വണ്ടികൾ വെച്ചാൽ സിറ്റിക്കകത്ത് ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ ഗതാഗതം സാധ്യമാക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ പ്രോജക്റ്റ് പ്രകാരം ഈ 113 ബസ്സുകൾ എങ്ങനെ ഓടിക്കണം എന്ന കാര്യത്തിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോൺട്രാക്റ്റിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോൺട്രാക്റ്റിൻ്റെ ഇതിൻ്റെ ഓപ്പറേഷണൽ ഉത്തരവാദിത്തം മുഴുവൻ KSRTC ആയിരിക്കും. KSRTC സ്റ്റാഫിനെ ഉപയോഗിക്കും, KSRTCയുടെ പാർക്കിംഗ് സ്റ്റേഷൻസ് ഉപയോഗിക്കും, മെയിൻ്റനൻസ് സംവിധാനം ഉപയോഗിക്കും, വർക്ക്ഷോപ്സ് ഉപയോഗിക്കും. അതിൻ്റെ മെയിൻ്റനൻസ് അടക്കമുള്ള സകല കാര്യങ്ങളും KSRTC ആണ് നോക്കുക. എന്നാൽ അതിൻ്റെ ലാഭവിഹിതത്തിൻ്റെ ഉത്തരവാദിത്തവും അല്ലെങ്കിൽ അവകാശം എന്ന് പറയുന്നത് കോർപ്പറേഷൻ കൂടി ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ബസ്സുകൾ എങ്ങനെ ഓടിക്കണം, എവിടെയൊക്കെ ഓടിക്കണം, അതിൻ്റെ റൂട്ട് തീരുമാനിക്കുന്നതാണ്, എങ്ങനെയാണ് പോലുള്ള കാര്യങ്ങൾക്കകത്ത് ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ മേയറാണ്. ആ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ ഡിപ്ലോയ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കേണ്ടത്, ഇതിൻ്റെ റൂട്ട് ഫിക്സ് ചെയ്യേണ്ടതാണ് അതിലെ വ്യവസ്ഥ. 2, ലാഭവിഹിതത്തിൻ്റെ കാര്യത്തിലും ഓരോ തവണയും ഈ ബസ്സുകൾ ഉണ്ടാക്കിയിട്ട ലാഭം എത്രയാണ്, അതിൻ്റെ വിഹിതം എങ്ങനെ വിതരണം ചെയ്യാൻ കഴിയും, അതിൽ ഓരോരുത്തർക്കും എത്രയാണ് എന്ന് തീരുമാനിക്കേണ്ടതും ഇതേ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടാണ് അന്തിമമായ തീരുമാനം എടുക്കേണ്ടത്. ഇതാണ് ഇതിനകത്തെ കോൺട്രാക്റ്റ് എന്ന് ലഘുവായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുള്ള ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഓടുന്നതെന്ന് വെച്ചാൽ നഗരപരിധിക്കകത്ത് ഓടുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ 10 രൂപയ്ക്ക് ഓടുക എന്ന നഗരത്തിനകത്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗണേഷ് കുമാർ ഇത് നഗരത്തിന് പുറത്തേക്കും ഓടിപ്പിക്കാം എന്ന തീരുമാനം എടുക്കുന്നു. കാരണം നഗരം എന്ന് വെച്ചാൽ ആളുകൾ അതിനകത്ത് പെട്ടെന്ന് പൊട്ടിമുളക്കിയല്ലോ. നഗരത്തിന് പുറത്തുനിന്ന് വരുന്ന ആളുകൾ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു, നഗരത്തിനകത്തുള്ള ആളുകൾ നഗരത്തിന് പുറത്തേക്ക് പോകുന്നു. ആ കണക്ഷൻ ഉറപ്പാക്കിയാൽ മാത്രമേ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഈ സർവീസ് കൊണ്ടു നടക്കാൻ കഴിയുന്നതുകൊണ്ട് നഗരത്തിന് പുറത്തേക്ക് കൂടി കുറച്ച് ദൂരം ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങി നേരെ കൊല്ലത്തിന് പോകുന്നതല്ല ചെയ്യുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിക്ക് പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി ഓടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കാട്ടായിക്കോണം എന്ന് പറയുന്ന സ്ഥലം വരെയാണ് നഗരപരിധിയുള്ളതെന്ന് കരുതുക ഒരു സ്ഥലം. അതിനപ്പുറം കുറച്ചുകൂടി പോയി പോത്തൻകോടാണ് ഏതുള്ളത്, KSRTCയുടെ ഡിപ്പോ ഉള്ളത്. അപ്പോൾ ആ ഡിപ്പോയിൽ പോയി തിരികെ വരിക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അല്ല, അവിടേക്ക് പോയി അത്ര ആളുകൾ കൂടി പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കും. എന്ന് വെച്ചാൽ 2-3 കിലോമീറ്റർ മാത്രമാണ് ഈ കാട്ടായിക്കോണത്തെ നഗര പരിധിയിൽ നിന്ന് പോത്തൻകോട് വരെ ഓടാനുള്ള ദൂരം. ആ ദൂരവും കൂടി ഓടുന്നതിനെയാണ് നഗരത്തിന് പുറത്തേക്ക് ഓടുകയാണെന്ന പ്രശ്നം ഗുണമാണ്. കാരണം ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുമ്പോഴാണ് നഗരം ആക്റ്റീവ് ആവുക. ഇതിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധിച്ചാൽ നേരത്തെ ആര്യ രാജേന്ദ്രൻ ഇത് വണ്ടി പുറത്തേക്ക് ഓടിക്കുന്നതിനുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതെന്ന് വെച്ചാൽ ഈ KSRTC നമുക്കറിയാവുന്ന പോലെ പൂർണ്ണമായിട്ടും എല്ലാ ദിവസവും വളരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒന്നല്ല. വണ്ടികൾ കേടാവും, വണ്ടികൾ കട്ടപ്പുറത്താവും, അതിന് മെയിൻ്റനൻസ് ഇഷ്യൂ വരും. അപ്പോൾ എല്ലാ ദിവസവും റൂട്ട് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തു നിന്നും വണ്ടികൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു ദിവസം ഈ വണ്ടി ഒരെണ്ണം എടുത്ത് കൊല്ലത്തേക്ക് ഓടിച്ചു. അന്നാണ് നഗരത്തിന് പുറത്ത് പോയി ജില്ല വിട്ടുപോയി എന്നുള്ള വിവാദം ഉണ്ടായത്. അതിനുശേഷം ആ സർവീസ് തുടരുകയോ അല്ലെങ്കിൽ അത് എല്ലായിടത്തും കേരളം മൊത്തം ഓടിക്കുന്നതിൻ്റെ ഭാഗമാക്കി മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. നഗരത്തിൽ തന്നെയാണ് ഓടുന്നത്. പക്ഷെ നഗരത്തിൻ്റെ പ്രാന്തങ്ങളിൽ കൂടിയും ഓടി നഗര സർവീസിനെ കുറച്ചുകൂടി അവർ മീനിങ് ഫുൾ ആക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അതിനകത്താണ് രാജേഷ് ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. ഇത് പറ്റില്ല, ഇത് മൊത്തം നിങ്ങൾ കൊള്ളലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കൊന്നും തരുന്നില്ല എന്നുള്ളത്. അതിലൊരു കാര്യം രാജേഷിൻ്റെ ഭാഗത്ത് പറഞ്ഞത് ശരിയാണ്. ഈ ബസ്സുകൾ ഓടി ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ലാഭവിഹിതം കോർപ്പറേഷൻ അവകാശപ്പെട്ടതാണ്. ആ ലാഭവിഹിതത്തിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്ത് തീരുമാനമാക്കാനുള്ള കമ്മിറ്റി ചേർന്നുകൊണ്ട് ലാഭവിഹിതം ഉണ്ടെങ്കിൽ കോർപ്പറേഷൻ കൊടുക്കണം, തർക്കമുള്ള കാര്യമല്ല. പക്ഷേ ഈ കമ്മിറ്റി 2 വർഷമായിട്ട് ചേരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ കിടക്കുകയാണ്. റൂട്ട് ഫിക്സ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ KSRTC ചെയ്തു തന്നെ പോവാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഒരുമിച്ചിരിക്കട്ടെ. എന്നിട്ട് ഈ 113 ബസ്സുകൾ കൊണ്ട് എന്തുമാത്രം ലാഭം ഉണ്ടാക്കി, ആ ലാഭം ഉണ്ടാക്കിയത് അതിൻ്റെ ഇത്ര വിഹിതം ഞങ്ങൾക്ക് കോർപ്പറേഷന് കിട്ടട്ടെ. നഷ്ടമാണെങ്കിൽ കോർപ്പറേഷൻ അതുകൂടി കാണാൻ തയ്യാറായിക്കൊണ്ട് വേണം ഈ മീറ്റിംഗ് വിളിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. KSRTC അങ്ങനെ എല്ലാ ദിവസവും കംപ്ലീറ്റായി ലാഭത്തിൽ ഓടുന്ന ഒരു സംവിധാനമല്ല ഒരിടത്തും.
ഇത് ഗണേഷ് കുമാർ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ഓടിച്ചിട്ട് ആ 113 ബസ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല, മറിച്ച് കേരളത്തിൽ ആകമാനം KSRTC ഓടിക്കിട്ടുന്ന ഒരു ലാഭത്തിൻ്റെ വിഹിതം കൊണ്ട് മാനേജ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുക. ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ്. അല്ലാതെ ഈ ബസ്സുകൾ മാത്രം ഇത്ര ലാഭം എന്നൊരു സംവിധാനമില്ല. ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ ഭയങ്കരമാണ്. പക്ഷേ ഇത് ബാറ്ററി എന്ന് വെച്ചാൽ ഭയങ്കര ചിലവ് വരുന്നതാണ്. ഇലക്ട്രിക് ബസ്സുകളാണല്ലോ, അത് മുഴുവൻ ചിലവാക്കുന്നത് KSRTC ആണ്. അത് കാണേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് രണ്ടിനും ഇടയ്ക്കൊരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നതായിരിക്കും നന്നാവുക. ഇപ്പോൾ രാജേഷ് ഈ പറയുന്നത് ഭയങ്കര BJPക്കാർ തന്നെ ചില ആളുകൾ പിന്തുണച്ചു വരുന്നു. അത് രാജേഷ് പറഞ്ഞാണ് കറക്റ്റ്. രാജേഷ് ഇത് അധികാരം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഇതാണൊരു ആണത്തമുള്ള മന്ത്രി വന്നതെന്ന്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരായിട്ടുള്ള നഗരത്തിൻ്റെ തൊട്ട് പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അകത്തേക്ക് പോകാനുള്ള KSRTC ബസ്സിൻ്റെ സാധ്യതയാണ് ഇവർ കെടുത്തുന്നത്. അവർക്ക് വേണ്ട KSRTC ചുമ്മാ ഒരു ഗണേഷ് കുമാറിൻ്റെ വീട്ടിലേക്ക് പൈസ കൊണ്ടുപോകാൻ വേണ്ടി നഗരത്തിന് പുറത്തോടുകയല്ലോ. എല്ലാ മനുഷ്യന്മാരെയും നഗരത്തോട് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടി ഒരു ക്രിയാത്മകമായ ഒരു സമീപനം അവരെടുത്താണ്. അതിനെ ഇത്ര കടുത്ത ഭാഷയെ വിമർശിച്ച് മൊത്തം കൊണ്ടുപോവാണ്, ഊറ്റുകയാണെന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചിരിക്കുക, അതിനകത്ത് ലാഭവിഹിതം ഉണ്ടെങ്കിൽ അത് പേറുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് കാര്യം. ഞങ്ങളുടെ വണ്ടിയാണ്, നിങ്ങളെ കൊണ്ട് ഓടിച്ച് നശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ KSRTC ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കണ്ടേ? ഈ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ? മെയിൻ്റനൻസിന് എന്തുമാത്രം പൈസയാവുന്നുണ്ട്, അത് നോക്കണ്ടേ ഡെയിലി? അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നതിൽ ഈ ഉന്നയിക്കുന്ന ഭാഗത്തിൽ ഭയങ്കരമായ കഴമ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു അധികാരം എന്ന് പറയുന്ന സംഗതി ആദ്യം കയ്യിൽ കിട്ടുമ്പോൾ വളരെ സ്റ്റേൺ ആയിട്ടുള്ള പൊസിഷൻ എടുക്കുന്നു, ഞങ്ങളുടെ സംസ്ഥാന സർക്കാരുമായിട്ടൊരു ഫൈറ്റ് എടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു മൂഡുണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ചൊരു കാര്യം ആലോചിക്കണം, തലസ്ഥാന നഗരം എന്ന നിലയ്ക്ക് തിരുവനന്തപുരത്തിന് എന്തെല്ലാം പ്രിവിലേജ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാർ ഫണ്ട് ചിലവാക്കുന്ന നഗരങ്ങളിലൊന്ന് തിരുവനന്തപുരം നഗരമാണ്. ആ പരിപാടി നിർത്തുകയാണ്, ഞങ്ങൾ തൃശ്ശൂരിനും എറണാകുളത്തിനും കോട്ടയത്തിനും കൊടുക്കുന്നത് തരുന്നുള്ളൂ, തിരുവനന്തപുരത്തിനും എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ ഈ പറഞ്ഞ മേയറുടെ ഈ എന്താ പറയുന്നത് മഹാനഗരത്തിൻ്റെ പ്രൗഢിയുടെ അവസ്ഥ എന്തായിരിക്കും? സംസ്ഥാന സർക്കാരല്ലേ മഹാഭൂരിപക്ഷം പൈസയും തിരുവനന്തപുരത്തിന് വേണ്ടി മുടക്കുന്നത്. ആ സംസ്ഥാന സർക്കാർ ഈഗോ എടുക്കാൻ തുടങ്ങി എന്തായിരിക്കും അവസ്ഥ? അത് ഈ ഡൽഹിയിലെ ആം ആദ്മി സർക്കാരുമായി കളിച്ച കളി തിരുവനന്തപുരത്ത് കളിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഫൈനലി ഒരു കാര്യം പറയാനുള്ളത്, അങ്ങനെ ഞങ്ങളുടെ വണ്ടി, ഞങ്ങളുടെ മോദിജി തന്ന വണ്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ മോദി തരുന്ന ഫണ്ടുകൾ ഞങ്ങൾ കൂടി കിട്ടിയ കോർപ്പറേഷൻ്റെ അധികാരപ്പെട്ട സാധനം നിങ്ങൾ കൊണ്ടുപോവാണ് എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ വലിയൊരു എഗ്രിമെൻ്റ് കുറേ കോപ്പികളുമായി വന്ന് ദീർഘമായ ഒരു വാർത്താ സമ്മേളനം ഗണേഷ് കുമാറിനെ നടത്താമായിരുന്നു. എന്നിട്ട് ഫെഡറലിസത്തിനെതിരെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാമായിരുന്നു. സഹകരണത്തെക്കുറിച്ചും പാരസ്പര്യത്തെക്കുറിച്ചും സംസാരിക്കുമായിരുന്നു. അതൊന്നുമല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഒരു പേപ്പർ കൊണ്ടു, ഇതാണ് എഗ്രിമെൻറ്റ് ഇന്ന കാര്യം പറയുന്നുണ്ട്, സൗകര്യം ഉണ്ടേ മതി, ഇല്ലാതെ 113 വണ്ടിയും കൊണ്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്തിടാം. KSRTC സ്ഥലത്തിടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വല്ല സ്ഥലമുണ്ട് അവിടെ കൊണ്ടുണ്ടാം. പിന്നെ ഡ്രൈവർമാർ, കണ്ടക്ടർ ഞങ്ങളുടെയാണ്, ഞങ്ങളെടുക്കും. ടിക്കറ്റ് അടിക്കുന്ന മെഷീൻ ഞങ്ങളുടെയാണ്, ഞങ്ങളെടുക്കും. മെയിൻ്റനൻസ് വർക്ക്ഷോപ്പ് ഒന്നും ഞങ്ങൾ തരത്തില്ല, നിങ്ങൾ ഓടിച്ചോ. 150 ബസ്, അത് 113 ആണല്ലോ, 150 ബസ് ഞങ്ങൾ ഇറക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ വക സബ്സ്റ്റാൻഡേർഡ് ത്രെഡ്സിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് BJP കളിക്കുന്ന ഈ കളി നമ്മൾ ഡൽഹിയിൽ കണ്ടതല്ലേ, ഈ ആം ആദ്മി സർക്കാർ കളി. ആ കളിയോട് എങ്ങനെയാണ് വർത്തമാനം പറയേണ്ടത്? അതിൽ ഗണേഷ് കുമാർ നല്ല വൃത്തിക്ക് വർത്തമാനം പറഞ്ഞാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പെട്ടെന്ന് രാജേഷിന് മറുപടി വന്നു, ബസ്സുകൾ തിരിച്ചെടുക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ലാഭത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, ഞങ്ങൾക്ക് ഇതെല്ലാം മര്യാദയ്ക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. അപ്പോൾ മര്യാദയായി, ഇപ്പോൾ എല്ലാവർക്കും മര്യാദയായല്ലോ. അപ്പോൾ അവരോട് ഈ പറയുന്ന പെറ്റി പൊളിറ്റിക്സിനോട് സംസാരിക്കാൻ ഒരു ഭാഷയുണ്ട്. ആ ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൻ്റെയും അതിൻ്റെ റിസൾട്ടിൻ്റെയും കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടെയാണ്. ആ നഗരം വൃത്തിക്ക് പോകേണ്ട ഒന്നാണ്. അതിലെല്ലാവരും കൂടി രാഷ്ട്രീയം വിട്ടിട്ട് ഒരു പാരസ്പര്യത്തിൻ്റെ ഒരു ലൈൻ എടുക്കണം. അതിൽ ഞാൻ രാജേഷിനെ കടത്തി വിമർശിക്കുന്നുണ്ട്. രാജേഷ് കുറച്ചുകൂടെ വളരെ പക്വമതിയായ മേയറെ പോലെ തന്നെ പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിനകത്ത് ഭയങ്കര ഒഫെൻസീവായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ഭാഷയൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ സമീപകാലത്തെ വിവാദങ്ങളൊക്കെ എടുത്താലും അദ്ദേഹം ഒരു വളരെ പക്വതയായിട്ടുള്ള രാഷ്ട്രീയക്കാരനെ പോലെയും മേയർ എന്ന കസേരയുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു സംഗതിയെ കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ അദ്ദേഹം എല്ലായിടത്തും അത് പ്രയോഗിക്കണം എന്നാണ് ഞാൻ പറയാം. യെസ് ദൗസർ, ഇതിപ്പോൾ ആദ്യം ഓരോ ഓഫീസിനെ ചൊല്ലിയുള്ള വിവാദം, ഇപ്പോൾ ബസ്സിനെ ചൊല്ലി, ഇതൊരു അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണോ തുടരെ BJP? അനാവശ്യ വിവാദം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വിവാദമായിട്ട് അങ്ങനെ കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ആദ്യത്തെ BJPക്ക് ആദ്യമായിട്ടൊരു മേയർ വരുന്നു, അപ്പോൾ ഉണ്ടായ ചെറിയൊരു ടസിൽ അത് വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ്. അതിനപ്പുറം ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കാര്യത്തിൽ. ഇപ്പം ഇദ്ദേഹം ഗണേഷ് കുമാർ പറഞ്ഞല്ലോ 113 ബസ് ആണ്ട് എടുത്താളി എന്ന് പറഞ്ഞില്ലേ, അത് പറയാൻ ഗണേഷ് കുമാറിൻ്റെ ആത്മവിശ്വാസം എന്താണെന്ന് അറിയോ? ഈ ബസ്സുകളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ട, ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ലക്ഷങ്ങൾ വരും. അതെ. അപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടുപോയിക്കോന്ന് പറയുന്നതാണത്. അത് ആ ആത്മവിശ്വാസത്തിലാണ്. രാജേഷ് എടുക്കില്ല എന്ന് ഗണേഷിന് ഉറപ്പാണ്. കാരണം വലിയ ചിലവ് വരും. പിന്നെ രണ്ടാമത് സിറ്റിക്ക് പുറത്തകത്തെന്നൊക്കെ പറയുന്ന കാര്യം കേരളത്തിലത് പ്രായോഗികമല്ല. കേരളത്തിൽ സിറ്റി എവിടെയാണ്, ഗ്രാമം എവിടെയാണ്, ഒരു നഗരത്തിൻ്റെ നഗരം എവിടെ അവസാനിക്കുന്നു, എവിടെ തുടങ്ങുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിന് പുറത്താണെങ്കിൽ ഓക്കെ, നമുക്കറിയാം കോയമ്പത്തൂർ കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞ് ഈറോഡ്, സേലം, ഇങ്ങനെ നഗരങ്ങളിലും ഇതിങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ നഗരം ഏതാണ്, ഗ്രാമം ഏതാണ്, നഗരത്തിൻ്റെ പുറം ഏതാണ്, അകേതാണ്,
എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കണിശമായും നഗരത്തിന് പുറത്ത് പോകാതെ തന്നെ ഇത് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞാൽ അതൊന്നും സാധ്യമായ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ തീരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കോർപ്പറേഷൻ ഈ പറഞ്ഞാൽ ഇവർ ഈ മേയർ ചെയർമാനായിട്ടുള്ളൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. ആ അഡ്വൈസറി കമ്മിറ്റിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അഡ്വൈസറി കമ്മിറ്റി ഒന്നും ചേരാറില്ല. ബസ് മേടിക്കുന്നു, ഇവരുടെ നിന്ന് മേടിക്കുന്നു, ഓപ്പറേറ്റ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. KSRTCയുടെ ഒരു ഫ്ലീറ്റിൻ്റെ ഭാഗമായിട്ടെന്ന പോലെ പോവുകയാണ്. അപ്പോൾ അതിൽ ലാഭം പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്താനുള്ള ഡാഷ്ബോർഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ഇനി ഈ വിവാദം വന്ന സ്ഥിതിക്ക് വേറെ ഒരു കാര്യം രാജേഷിന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുന്നതാണ്. കാരണം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും സിറ്റി കോർപ്പറേഷനുകൾ സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ട് കമ്പനികൾ നടത്തുന്നുണ്ട്. അവരുടേതായ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ അതിലേറ്റവും ബോംബെയിൽ ബെസ്റ്റ് ബസ്സില്ലേ, ബോംബെയിൽ ഈ ബെസ്റ്റ് ബസ്സിന് ശരിക്കും അവിടുത്തെ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ആണ്. ബൃഹത് മുംബൈ ഇലക്ട്രിക്കൽ സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് എന്ന് ബെസ്റ്റ് അടിപൊളി സർവീസ് ആട്ടോ. ഗംഭീര കണക്ടിവിറ്റിയാണ് അവരുടെ. നേരത്തെ അവിടുത്തെ മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സിനേക്കാൾ ഫെയറും കുറവായിരുന്നു. ഇപ്പം കൂട്ടിയെന്ന് തോന്നുന്നു അവർ. ബെസ്റ്റുണ്ട്, പിന്നെ അഹമ്മദാബാദിലുണ്ട്, പൂനെയിലുണ്ട്, സൂറത്തിൽ, ഇന്ത്യയിൽ ഒരുപാട് നഗരങ്ങളിൽ അതാത് കോർപ്പറേഷനുകൾ നടത്തുന്ന നഗരത്തിനകത്തുള്ള ട്രാൻസ്പോർട്ടിന് വേണ്ടിയുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉണ്ട്. അതാണ് ഇപ്പം മുംബൈയിലെ ഈ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ ഇവരുടെയാണ്, ബെസ്റ്റിൻ്റെയാണ്. ടൂറിസം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ സിറ്റി റൈഡ്, സിറ്റി ടൂർ എന്നുള്ള സ്വഭാവത്തിൽ ഗ്ലാസിൻ്റെ ഇത് വെക്കുക, ബോഡി ഗ്ലാസിൻ്റെ ഒക്കെ ആളുകൾക്ക് നഗരം കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷന് ഒരു അടിപൊളി നമ്മുടെ ഒരു തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ എന്നുള്ളൊരു ഏർപ്പാട് തുടങ്ങുന്നതിനെ കുറിച്ച് രാജേഷിന് ആലോചിക്കാം. ഈ തർക്കമൊക്കെ വന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു ഐഡിയ വേണമെങ്കിൽ ആലോചിക്കാം. ഡബിൾ ഡെക്കർ അത് KSRTCയിലാണ്. അത് KSRTC. ഞാൻ പറഞ്ഞ അത്തരം സാധ്യതകളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ നോർത്ത് ഇന്ത്യൻ നഗരങ്ങളുടെ അത്രയും വലിപ്പമൊന്നും ഇതിനൊന്നും ഇല്ല. നഗരമില്ല, അത്രയും നഗരമില്ല. ഗ്രാമത്തിലേക്ക് കയറേണ്ടി വരും. അപ്പോൾ ഗ്രാമത്തിൽ കയറി എന്നുള്ള പ്രശ്നം. ഇവിടെ ബാംഗ്ലൂരുണ്ട് BMTC, പക്ഷേ അത് സ്റ്റേറ്റ് കോർപ്പറേഷൻ്റെ തന്നെയാണ്. പേര് BMTC എന്നാണെങ്കിലും സ്റ്റേറ്റ് കോർപ്പറേഷൻ്റെയാണ്. ഞാൻ പറഞ്ഞ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന ഈ സൊഹ്റാം മംദാനിയുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇലക്ഷൻ ടോപ്പിക് ഇതായിരുന്നു, പബ്ലിക് ട്രാൻസ്പോർട്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഒരു നഗരത്തിൻ്റെ ശക്തിയും അതിൻ്റെ സാധ്യതയും തെളിയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തർക്കിച്ച് പോകുകയല്ല വേണ്ടത്. രണ്ടാളുകളും ആ ഒരു മിതത്വം പാലിച്ച് പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരട്ടെ എന്നാണ്. ഹെൽത്തി റിലേഷൻഷിപ്പാണ് എന്തായാലും നല്ലത്. കാരണം തുടക്കത്തിലെ കല്ലുകടിയാണ്. ഈ കല്ലുകടി രൂക്ഷമാകുമോ അതോ അധികം പ്രശ്നങ്ങളില്ലാതെ തന്നെ തട്ടിമുട്ടിയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി പോകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം.